സാധാരണയായി കരക്കാറ്റ് മണക്കുമ്പോൾ അയാൾ ഉണരുകയും പുറത്തുപോകാനായി വസ്ത്രം ധരിച്ചു ചെന്ന് ചെറുക്കനെ വിളിച്ചുണർത്തുകയും ചെയ്യും. പക്ഷേ ഇന്നു രാത്രി കരക്കാറ്റിന്റെ മണം വന്നത് വളരെ നേരത്തെയാണ്. അതും വളരെ നേരത്തെയാണെന്ന് അയാൾ കിനാവിലറിഞ്ഞ് കടലിൽ നിന്നുയർന്നു വരുന്ന ദ്വീപുകളുടെ വെള്ളി ശിഖരങ്ങൾ കാണുന്നതിനായി സ്വപ്നം തുടർന്ന് വ്യത്യസ്ത തുറമുഖങ്ങളും കാനറി ദ്വീപുകളിലെ നങ്കൂര സ്ഥലങ്ങളും കണ്ടു. അയാളിപ്പോൾ കൊടുങ്കാറ്റുകളെയോ പെണ്ണുങ്ങളെയോ വലുതായ സംഭവങ്ങളെയോ വമ്പൻ മീനുകളെയോ പോരാട്ടങ്ങളെയോ ശക്തി പരീക്ഷണങ്ങളെയോ തന്റെ പെണ്ണുമ്പിള്ളയെയോ സ്വപ്നം കാണാറില്ല. കാണുക സ്ഥലങ്ങളും കടൽത്തീരത്തെ സിംഹങ്ങളെയും മാത്രം. അന്തിമയങ്ങും നേരത്ത് അവ പൂച്ചക്കുഞ്ഞുങ്ങളെന്നോണം വിനോദിച്ചു. ചെറുക്കനെ സ്നേഹിക്കുന്നത് പോലെ അയാൾ അവയെ സ്നേഹിച്ചു. അയാൾ ഒരിക്കലും ചെറുക്കനെ സ്വപ്നം കണ്ടിരുന്നില്ല. സാധാരണ മട്ടിൽ ഉണർന്ന് തുറന്നുകിടന്നിരുന്ന വാതിലിലൂടെ അയാൾ ചന്ദ്രനെ നോക്കി. കാലുറകൾ നീർത്തി വസ്ത്രമാക്കി അണിഞ്ഞു. കുടിലിനു വെളിയിൽ ചെന്നു മുള്ളി. എന്നിട്ട് ചെറുക്കനെ വിളിച്ചുണർത്താനായി നിരത്തിലൂടെ മുകളിലോട്ട് നടന്നു. രാവിലത്തെ തണുപ്പിൽ അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിറച്ച് തന്നെത്താനെ ചൂടുപിടിക്കുമെന്നും താനുടനെ വള്ളം തുഴയുമെന്നും അയാൾക്കറിയാമായിരുന്നു. ചെറുക്കന്റെ പൊറുതി വീടിന്റെ വാതിൽ തഴുതിട്ടിരുന്നില്ല. അയാളത് തുറന്ന് നഗ്നപാതനായി ഒച്ച കേൾപ്പിക്കാതെ അകത്തു കടന്നു. ആദ്യത്തെ മുറിയിൽ ഒരു കട്ടിലിൽ ചെറുക്കൻ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അസ്തമയ ചാന്ദ്ര വെളിച്ചത്തിൽ അയാൾക്കവനെ വ്യക്തമായും കാണാനായി. അവന്റെ ഒരു പാദം അയാൾ മെല്ലെ കയ്യിലെടുത്തു. അവൻ ഉണർന്ന് തിരിഞ്ഞ് തന്റെ നേർക്കു നോക്കുവോളം വൃദ്ധൻ തലകുലുക്കി. ചെറുക്കൻ കിടക്കയ്ക്കരികിലുള്ള കസേരയിൽ നിന്നും തന്റെ കാൽസരായി എടുത്ത് കിടക്കയിലിരുന്ന് വലിച്ചുകയറ്റി. വൃദ്ധൻ വാതിലിലൂടെ പുറത്തേക്ക് പോയി. ചെറുക്കൻ പിന്തുടർന്നു ചെന്നു. അവൻ ഉറക്കം തൂങ്ങുകയായിരുന്നു. വൃദ്ധൻ അവന്റെ ചുമലുകളിൽ കൈചേർത്തു പറഞ്ഞു, എനിക്ക് സങ്കടമുണ്ട്. ഏയ് വേണ്ട, ചെറുക്കൻ പറഞ്ഞു. ഇങ്ങനെ തന്നെയാണ് ഒരാൾ ചെയ്യേണ്ടത്. അവർ നിരത്തിലൂടെ വൃദ്ധന്റെ കുടിലിന് നേർക്ക് നടന്നു. നിരത്തിലെമ്പാടും ഇരുളിൽ പാദരക്ഷകളില്ലാത്ത ആണുങ്ങൾ നീങ്ങുന്നുണ്ടായിരുന്നു. തങ്ങളുടെ വള്ളങ്ങളുടെ പായ്മരങ്ങളും ഏറ്റി. അവർ കുടിലിലെത്തിയ ആറെ ചെറുക്കൻ കുട്ടയിലുണ്ടായിരുന്ന നൂൽച്ചുറ്റുകളും ചാട്ടുളിയും ചൂണ്ടയും എടുത്തു. വൃദ്ധൻ പായ ചുരുട്ടിയ പായ്മരം ചുമലിലെടുത്തു. നിങ്ങൾക്ക് കാപ്പി വേണോ? ചെറുക്കൻ ചോദിച്ചു. നമ്മളിതൊക്കെ വള്ളത്തേലിട്ട് വന്നിട്ടാവാം. നന്നേ പുലർച്ചയ്ക്ക് മീൻപിടുത്തക്കാർക്കായുള്ള ഒരിടത്തു നിന്നും അവർ കട്ടിയായ പാലിന്റെ തകരപാത്രങ്ങളിൽ കാപ്പി കഴിച്ചു. ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു മൂപ്പരെ? ചെറുക്കൻ തിരക്കി. അവൻ ഉറക്കമുണർന്നത് ഇപ്പോഴാണ്. ഉറക്കം വെടിയുക അവനിപ്പോഴും പ്രയാസമാണെങ്കിലും. നന്നായിരുന്നു മനോലിൻ, വൃദ്ധൻ പറഞ്ഞു. എനിക്കിന്ന് നല്ല ആത്മവിശ്വാസമുണ്ട്. എനിക്കും, ചെറുക്കൻ പറഞ്ഞു. ഞാനിനി നിങ്ങളുടെ മത്തിയും എന്റെ മത്തിയും നിങ്ങൾക്കുള്ള പുതിയ ചൂണ്ടയരകളും കൊണ്ടുവരാം. വള്ളക്കാരനെല്ലാം തന്നെത്താനെ കൊണ്ടുവന്നോളും. മറ്റാരും എന്തെങ്കിലും എടുക്കുന്നത് പുള്ളിക്കാരൻ ഒരിക്കലും സഹിക്കുകയില്ല. നമ്മൾ വേറെയാ, വൃദ്ധൻ പറഞ്ഞു. നിനക്ക് 5 വയസ്സുള്ളപ്പോ ഞാൻ നിന്നെ സാധനങ്ങൾ എടുക്കാൻ സമ്മതിച്ചിരുന്നു. എനിക്കതറിയാലോ, ചെറുക്കൻ പറഞ്ഞു. ഞാനിപ്പോ തിരികെ വരാം. ഒരു കാപ്പി കൂടി കഴിക്ക്. നമുക്കിവിടെ പറ്റുള്ളതാ. അവൻ ചെരിപ്പിടാതെ പവിഴപ്പുറ്റുകൾക്ക് മുകളിലൂടെ ഐസ് പുരയിലേക്ക് നടന്നു. ഇരകൾ ശേഖരിച്ചു വെച്ചിരുന്നത് അതിനുള്ളിലായിരുന്നു. വൃദ്ധൻ തന്റെ കാപ്പി പതുക്കെ കഴിച്ചു. അന്നത്തേക്ക് ആകെക്കൂടി അതേ ഉള്ളൂ എന്നതുകൊണ്ട് അത് കഴിക്കേണ്ടതുണ്ടെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. കുറേ കാലമായി ആഹാരം അയാളെ മടുപ്പിച്ചിരുന്നു. ഉച്ചയാഹാരം കൊണ്ടുപോകാറേയില്ല. നമ്മൾ വേറെയാ, വൃദ്ധൻ പറഞ്ഞു. നിനക്ക് 5 വയസ്സുള്ളപ്പോ ഞാൻ നിന്നെ സാധനങ്ങൾ എടുക്കാൻ സമ്മതിച്ചിരുന്നു. എനിക്കതറിയാലോ, ചെറുക്കൻ പറഞ്ഞു. ഞാനിപ്പോ തിരികെ വരാം. ഒരു കാപ്പി കൂടി കഴിക്ക്. നമുക്കിവിടെ പറ്റുള്ളതാ. അവൻ ചെരിപ്പിടാതെ പവിഴപ്പുറ്റുകൾക്ക് മുകളിലൂടെ ഐസുപുരയിലേക്ക് നടന്നു. ഇരകൾ ശേഖരിച്ചു വെച്ചിരുന്നത് അതിനുള്ളിലായിരുന്നു. വൃദ്ധൻ തന്റെ കാപ്പി പതുക്കെ കഴിച്ചു. അന്നത്തേക്ക് ആകെക്കൂടി അതേ ഉള്ളൂ എന്നതുകൊണ്ട് അത് കഴിക്കേണ്ടതുണ്ടെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. കുറേ കാലമായി ആഹാരം അയാളെ മടുപ്പിച്ചിരുന്നു. ഉച്ചയാഹാരം കൊണ്ടുപോകാറേയില്ല. വള്ളത്തിന്റെ അണിയത്ത് ഒരു കുപ്പി വെള്ളമുണ്ട്. ഒരു ദിവസത്തിന് അയാൾക്കതേ വേണ്ടിയിരുന്നുള്ളൂ. മത്തിയും പത്രത്താളിൽ പൊതിഞ്ഞ 2 ഇരകളുമായി ചെറുക്കൻ തിരിച്ചെത്തി. ചരലു കലർന്ന പൂഴി പാദങ്ങൾക്ക് കീഴെ ഞെരിയുന്നതറിഞ്ഞും കൊണ്ട് അവർ വള്ളത്തിനടുത്തേക്കുള്ള വഴിയിലൂടെ നടന്നു. വള്ളമുയർത്തി ജലത്തിലേക്കിറങ്ങി. നല്ല ഭാഗ്യമുണ്ടാവട്ടെ മൂപ്പരെ. ഭാഗ്യമുണ്ടാവട്ടെ, വൃദ്ധൻ പറഞ്ഞു. അയാൾ തുഴകളുടെ കെട്ടുകയർ പങ്കായ കൊളുത്തുകളിൽ ചേർത്തുറപ്പിച്ച് ജലത്തിന്റെ തള്ളലിനെതിരെ മുന്നോട്ടു കുനിഞ്ഞ് ഇരുട്ടിലായിരുന്ന തുറമുഖത്തു നിന്നും തുഴയുകയായി. മറ്റു കരകളിൽ നിന്നും വേറെ വള്ളങ്ങൾ കടലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പങ്കായങ്ങളാഴ്ന്ന് ജലം പിന്തള്ളുന്ന ഒച്ച വൃദ്ധൻ കേട്ടു. ചന്ദ്രൻ കുന്നുകൾക്ക് താഴെ എത്തിയിരുന്നതിനാൽ അവ കാണാനായില്ലെങ്കിലും ചിലപ്പോൾ ഒരു വള്ളത്തിൽ ആരെങ്കിലും ഒരിയാടും. എന്നാൽ മിക്ക വള്ളങ്ങളും നിശബ്ദമായിരുന്നു. പങ്കായങ്ങൾ താഴുന്ന ഒച്ചയൊഴിച്ചാൽ. ബന്ദർമുഖം കടന്നതോടെ അവ വേർപെട്ടകന്ന് ഓരോന്നും മീനെവിടെ കാണുമെന്ന ഊഹം വെച്ചുള്ള സമുദ്രഭാഗത്തേക്ക് നീങ്ങി. താൻ പോവുക വളരെ അകലേക്കാണെന്ന് വൃദ്ധൻ അറിയാമായിരുന്നു.
കരമണം പിറകിലാക്കി നന്നേ വെളുപ്പാൻ കാലത്തെ കടലിന്റെ വെടുപ്പുറ്റ ഗന്ധത്തിലൂടെ അയാൾ തുഴഞ്ഞു നീങ്ങി. 700 ആഴമുള്ളത് കാരണം മീൻപിടുത്തക്കാർ വൻ കിണറെന്ന് വിളിക്കുന്നതും കടലിന്റെ അടിത്തട്ടിൽ നിന്നുള്ള കിഴുക്കാം തൂക്കായ ഭിത്തികൾക്ക് നേരെ നീരോട്ടം ചുഴിതീർക്കുന്നതിനാൽ നാനാവിധ മീനുകളും ഒത്തുകൂടുന്നതുമായ കടൽഭാഗത്തിനു മുകളിലൂടെ തുഴയവേ അയാൾ ജലത്തിൽ ഉൾക്കടലിലെ തൃണങ്ങളുടെ പ്രഭ കണ്ടു. ഇവിടെ ചെമ്മീൻ പറ്റങ്ങളും ചൂണ്ടയിര മീനുകളുടെ പുലപ്പുമുണ്ടാകും. ചിലപ്പോൾ ആഴപ്പൊത്തുകളിൽ കണവക്കൂട്ടങ്ങും. ഇവ രാവിൽ മുകൾ പരപ്പോളം ഉയരുമ്പോൾ അലയുന്ന മത്സ്യങ്ങൾക്ക് തീറ്റയാകും. ഇരുട്ടിൽ വൃദ്ധന് പുലർക്കാലത്തിന്റെ വരവറിയാനായി. തുഴഞ്ഞുപോകെ അയാൾ പാറുമീനുകൾ വെള്ളത്തിൽ നിന്നുയരുന്ന വിറയൽ ശബ്ദവും അവ ഇരുട്ടിലൂടെ അകലേക്കുയർന്നു പറക്കുമ്പോൾ ഉറച്ച ചിറകുകൾ ഉണ്ടാക്കിയ ഫൂൽക്കാരവും കേട്ടു. അയാൾക്ക് വളരെ ഇഷ്ടമായിരുന്നു പാറുമീനുകളെ. അവയായിരുന്നു കടലിൽ അയാളുടെ മുഖ്യ ചങ്ങാതികൾ. പക്ഷികളോട് അയാൾക്ക് ഖേദം തോന്നും. വിശേഷിച്ചും സദാ ഇരതേടി പറന്ന് മിക്കവാറും ഒന്നും തന്നെ നേടാനാവാത്ത ചെറുതും ഇരുണ്ടതുമായ പാവം ടേണുകളോട്. പക്ഷികൾക്ക് മനുഷ്യരുടേതിനേക്കാൾ കഠിനമായ ജീവിതമാണെന്ന് അയാൾ കരുതി. കവർച്ചക്കാരായ പക്ഷികൾക്കും കനത്ത ശക്തിശാലികൾക്കും ഒഴികെ കടൽ അത്രമേൽ ക്രൂരമായിരിക്കെ മീവൽ പക്ഷികളെപ്പോലെയുള്ളവയെ ഇത്രയേറെ ലോലവും സുന്ദരവുമാക്കി തീർത്തത് എന്തിന്? ദയാമയിയാണ് കടൽ, ഏറെ സുന്ദരിയും. പക്ഷേ അവൾക്ക് വളരെ ക്രൂരത കാട്ടാനും കഴിയും. വളരെ പെട്ടെന്നാണ് അതുണ്ടാവുക. മുങ്ങിയും നായാടിയും പറക്കുന്ന നേർത്ത വിഷാദസ്വരമുള്ള തരം പക്ഷികളെ കടലിന് ഇണങ്ങാത്ത വിധം വല്ലാതെ ദുർബലരായാണ് പടച്ചത്. അയാൾ കടലിനെ എക്കാലത്തും കരുതിയത് ലാമാർ എന്നാണ്. ആൾക്കാർ സ്നേഹം തോന്നുമ്പോൾ സ്പാനിഷിൽ അവളെ വിളിച്ചിരുന്നത് അങ്ങനെ. അവളോട് സ്നേഹമുള്ളവർ ചിലപ്പോൾ അവളെപ്പറ്റി ചീത്ത സംഗതികളും പറയും. സർവ്വനേരവും അങ്ങനെ പറയാറ് അവളൊരു പെണ്ണാണെന്ന് കരുതിക്കൊണ്ടാണ്. സ്രാവുകരൽ കൊണ്ട് പണമുണ്ടായപ്പോൾ യാത്രാബോട്ടുകൾ വാങ്ങിയവരും തങ്ങളുടെ ചൂണ്ടച്ചരടുകൾക്ക് ബോയ് പൊങ്ങുകളായി ഉപയോഗിക്കുന്നവരുമായ ചെറുപ്പക്കാരായ മീൻപിടുത്തക്കാരിൽ ചിലർ അവളെക്കുറിച്ച് എൽമാർ എന്നാണ് പറയുക. അത് പുല്ലിംഗം. അവർ അവളെക്കുറിച്ച് ഒരു മത്സരാർത്ഥിയായോ ഒരിടമായോ എന്തിന് ഒരു എതിരാളിയായോ പറഞ്ഞു. പക്ഷെ വൃദ്ധൻ എപ്പോഴും അവളെ ഒരു പെണ്ണായി കരുതി. മഹത്തായ ആനുകൂല്യങ്ങൾ തരികയോ തരാതിരിക്കുകയോ ചെയ്യുന്ന ഒരുവൾ. കിറുക്കുപിടിച്ചതോ ദൗഷ്ട്യം മുഴുത്തതോ ആയ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് സ്വയം നിയന്ത്രിക്കാനാവാത്തതുകൊണ്ടാണ്. ഒരു പെണ്ണിനെ എന്നോണം ചന്ദ്രൻ അവളെ ബാധിക്കുന്നുണ്ട് അയാൾ വിശ്വസിച്ചു. ഏകാഗ്രതയോടെ തുഴയുകയായിരുന്നു അയാൾ. തന്റേതായ വേഗത പാലിച്ചിരുന്നതുകൊണ്ടും വല്ലപ്പോഴും നീരോട്ടത്തിലുണ്ടാകുന്ന ചുഴികൾ ഒഴിച്ചാൽ കടൽപ്പരപ്പ് ശാന്തമായിരുന്നതുകൊണ്ടും അയാൾക്കത് ശ്രമകരമായിരുന്നില്ല. 1/3 പണി അയാൾ നീരോട്ടത്തിന് വിട്ടുകൊടുത്തു. പുലർന്നു തുടങ്ങിയപ്പോൾ ആ സമയത്ത് എത്തുമെന്ന് വിചാരിച്ചതിലേറെ ദൂരത്ത് അതിനോടകം എത്തിയതായി അയാൾ മനസ്സിലാക്കി. ആഴമുള്ള ഇടങ്ങളിൽ ഒരാഴ്ച ഞാൻ പണിതെങ്കിലും ഒന്നും ഉണ്ടായില്ല അയാൾ വിചാരിച്ചു. ഇന്നു ഞാൻ പണിയെടുക്കുക ബോണിറ്റോകളുടെയും ആൽബക്കോറുകളുടെയും പുലപ്പുകൾ ഉള്ളിടത്താണ്. അവയോടുകൂടി ഒരു ഭീമൻ മീനും ഉണ്ടായേക്കാം. ശരിക്കും വെളുക്കും മുമ്പേ അയാൾ ചൂണ്ടകളെറിഞ്ഞ് ഒഴുക്കിനൊപ്പം നീങ്ങുകയായിരുന്നു. ഒരു ചൂണ്ട 40 ആൾ താഴ്ചയിൽ, രണ്ടാമത്തേത് 70, മൂന്നാമത്തേതും നാലാമത്തേതും ജലനീലിമയിൽ 100ഉം 125ഉം ആളാഴത്തിലായിരുന്നു. ഇര മത്സ്യത്തിന്റെ ഉള്ളിൽ കൊളുത്തിന്റെ നിവർന്ന ഭാഗത്തോടെ ഓരോ ചൂണ്ടയും തലകീഴായി തൂങ്ങിക്കിടന്നു. കെട്ടി ഭദ്രമാക്കിയ നിലയിൽ കൊളുത്തിന്റെ തള്ളി നിൽക്കുന്ന ഭാഗം വളവും മുനയും പുത്തൻ മത്തി കൊണ്ട് പൊതിഞ്ഞിരുന്നു. ഓരോ മത്തിയും ഇരുകണ്ണുകളിലൂടെയും കൊളുത്തപ്പെട്ടിരുന്നതിനാൽ അവ നീണ്ട കാരിരുമ്പിൽ അർദ്ധഹാരം തീർത്തു. ഒരു വമ്പൻ മീനിന് മധുരഗന്ധമുള്ളതോ സ്വാദിഷ്ടമോ ആയി അനുഭവപ്പെടാത്തതൊന്നും കൊളുത്തിന്റെ ഒരു ഭാഗത്തുമില്ലായിരുന്നു. ചെറുക്കൻ അയാൾക്ക് 2 പുതിയ ചെറുചൂരകളോ ആൽബക്കോറുകളോ കൊടുത്തിരുന്നു. ഏറ്റവും താഴ്ചയിലാണ്ട ചൂണ്ടച്ചരടുകളിൽ അവ ആഴമളക്കാനുള്ള ഈയത്തുണ്ടുകൾ കണക്കി തൂങ്ങി. മറ്റുള്ളവയിൽ വലിയൊരു നീല റണ്ണറും ഒരു മഞ്ഞ ജാക്കും. അവ മുമ്പേ ഉപയോഗിക്കപ്പെട്ടിരുന്നെങ്കിലും നല്ല അവസ്ഥയിലാണ്. ഒന്നാന്തരം മത്തി അവയ്ക്ക് മണവും വശ്യതയും നൽകുന്നുണ്ട് താനും. വലിയൊരു പെൻസിലിന്റെ വണ്ണമുള്ള ചരട് ഓരോന്നും പച്ചമരക്കമ്പിൽ ചുറ്റിയിരുന്നതിനാൽ ഏതെങ്കിലും വലിയോ ഇരയിലുള്ള സ്പർശമോ മരക്കമ്പിനെ വെള്ളത്തിലാഴ്ത്തും. ഓരോ ചരടിനും 240 ആളാഴം നീളമുണ്ടായിരുന്നു. അവ ശേഷിപ്പുള്ള ചരടുകളോട് ചേർത്തു കെട്ടാനാകും. അതായത് വേണ്ടിവന്നാൽ ഒരു മീനിന് 300 ആളാഴം വരെ വലിച്ചു പോകാനാവും. ഇപ്പോൾ അയാൾ 3 കമ്പുകളും വള്ളത്തിന്റെ വശത്തായി മുങ്ങുന്നത് നിരീക്ഷിച്ച് ചൂണ്ടച്ചരടുകളെ അവയുടെ കൃത്യമായ ആഴങ്ങളിൽ നിലനിർത്താൻ പോന്ന വിധത്തിൽ പതുക്കെ തുഴഞ്ഞു. വെളിച്ചമായി കഴിഞ്ഞിരുന്നു. ഇനി ഏതു നിമിഷത്തിലും സൂര്യോദയമുണ്ടാവാം. സൂര്യൻ കടലിൽ നിന്നും നേർക്കനെ പൊങ്ങിയാറെ വൃദ്ധന് മറ്റു വള്ളങ്ങൾ കാണാൻ സാധിച്ചു. ജലത്തിൽ താഴ്ന്നും തീരത്തിന് നേർക്കായും നീരൊഴുക്കിനെതിരെ അവ ചിതറിപ്പരന്നിരുന്നു. അപ്പോഴേക്കും സൂര്യന് തീക്ഷ്ണതയേറി. അതിൻ്റെ തിളക്കം ജലത്തിൽ പടർന്ന് കുറെ കൂടി വ്യക്തമായി. ജലപ്പരപ്പിലെ പ്രതിഫലനം കണ്ണുകളെ രൂക്ഷതയോടെ നോവിച്ചപ്പോൾ അതിലേക്ക് നോക്കാതെ അയാൾ തുഴഞ്ഞു.
നോട്ടം താഴെ ജലത്തിലേക്കായി. ജലത്തിന്റെ കരിനിറത്തിൽ ആണ്ടിറങ്ങിയ ചൂണ്ടച്ചരടുകൾ അയാളുടെ നിരീക്ഷണത്തിലായി. വേറെ ഏതൊരാൾ ചെയ്യുന്നതേക്കാളും അയാളവ നേരെയാക്കി നിലനിർത്തിയതിനാൽ നീരൊഴുക്കിന്റെ ഇരുളിൽ ഓരോ വിധാനത്തിലും അവിടേക്ക് നീന്തിയെത്തുന്ന ഏതു മീനിനെയും അയാൾ കണിശമായും ഉദ്ദേശിക്കുന്നിടത്തു തന്നെ ഒരു ഇര കാത്തിരിപ്പുണ്ടാകും. മറ്റുള്ളവരാകട്ടെ അവ ഒഴുക്കിനൊപ്പം വിടും. മീൻപിടുത്തക്കാർ 100 ആളാഴത്തിലെന്ന് വിചാരിക്കുമ്പോൾ അവ ചിലപ്പോൾ 60 ആളാഴത്തിലാവും. എന്നാൽ അയാൾ മനസ്സിലോർത്തു, ഞാനവയെ കൃത്യതയോടെ നിർത്തുന്നു. ഇപ്പോഴെനിക്ക് ഭാഗ്യമില്ലെന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ ആർക്കറിയാം, ഇന്നുണ്ടായേക്കാം. ഓരോ നാളും ഒരു പുതിയ നാളാണ്. ഭാഗ്യശാലിയാകുന്നത് തന്നെ നന്ന്. എന്നാൽ അതേക്കാൾ കൃത്യത പുലർത്തുന്ന ഒരാളാവും ഞാൻ. അങ്ങനെയായിരിക്കെ ഭാഗ്യം വന്നെത്തുമ്പോൾ നിങ്ങൾ അതിന് തയ്യാറായിരിക്കും.